കാരണം നമ്മളതിനകത്ത് 6 മാസം വാറണ്ടി വരുന്നുണ്ട്. 6 മാസത്തിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് സർവീസ് ചെയ്തു. ഒരു സർവീസിന് 350 രൂപ ഞാൻ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 സർവീസ് 1050 രൂപ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. എന്ന് വെച്ചാൽ സപ്പോസ് 4000 രൂപയുടെ റീലാണെങ്കിൽ 1050 രൂപ നിങ്ങൾക്ക് ഇതിന് മൈനസ് കിട്ടും. അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന് സർവീസ് ചെയ്ത് വാങ്ങണം. അങ്ങനെ ചെയ്തൊക്കെ നമ്മുടെ കടയിൽ നിന്ന് എടുത്ത റോഡുകളൊക്കെയാണ്. അപ്പോൾ എടുത്ത റോഡുകൾ കംപ്ലൈൻറ്റ് പറ്റി വാറണ്ടിക്ക് വന്നേക്കുന്ന റോഡുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം കംപ്ലൈൻറ്റ് പറ്റി വരുന്ന സാധനങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്ത് ഫ്രീ ആയിട്ടാണ്. ഇതിനകത്ത് പല റോഡുകളും നമ്മുടെ കടയിൽ നിന്ന് എടുത്തേക്കുന്ന പല റോഡുകളും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതേപോലെ വലിയ ബൾജിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യും. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സെറ്റായിട്ട്. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്ന് വാറണ്ടിക്ക് എടുക്കുന്ന സാധനം. വാറണ്ടിക്ക് എടുക്കുന്ന റോഡുകളുടെ കാര്യം പറയാം. കുറേ പ്രാദേശികമായിട്ടുള്ള കടക്കാരുണ്ടാവും, നല്ല നല്ല ഷോപ്പുകാരുണ്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്ത് നിൽക്കുന്ന ഷോപ്പുകാരുണ്ട്. അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനകത്ത് എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ ഫെസിലിറ്റീസ്, ഞാൻ തരുന്ന ഓഫറുകൾ ഇതൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വരിക. ഒരുപാട് ഇഷ്ടമുള്ളതും ഒരു ബോക്സ് ടൈപ്പ് ഷേപ്പ് ഉള്ളതും മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടും ബോഡി ക്വാളിറ്റി കൊണ്ടും നല്ല സാധനമാണ്. കാരണം നല്ല ഒരു 80 മീറ്റർ നൂല് കയറുന്ന നല്ല പെർഫോമൻസ് തരുന്ന നല്ലൊരു മെഷീൻ. അപ്പം ഞാൻ ഇത്ര ഇതിനെ അങ്ങ് പൂർത്തി പറഞ്ഞു കയറുന്നില്ല. ആ റേറ്റ് അതിന് കുറവുമാണ്. ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ സീസറിൻ്റെ വീണ്ടും സ്റ്റോക്ക് ലോഡായിട്ടുണ്ട്. അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് വന്നിരിക്കുന്നത് കുറച്ച് റോഡുകളും കുറച്ച് റീലുകളാണ്. റീലെന്ന് പറഞ്ഞാൽ സീസറിൻ്റെ A to Z മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആദ്യം നമുക്ക് റോഡിനകത്ത് കുറച്ച് വെറൈറ്റീസ് ആണെന്നുണ്ട്. അപ്പം നമുക്ക് അതിന് റോഡൊന്ന് പൊട്ടിച്ച് നോക്കാം, ഏതൊക്കെയാണ് വന്നേക്കുന്നത് എന്നുള്ളത് അൺബോക്സ് ചെയ്യാം. റോഡിനകത്ത് തന്നെയാണ് ഫ്രോഗ് നമുക്ക് വന്നിട്ടുണ്ട്. കുറേ ഫ്രോഗ് ഐറ്റംസ് ആദ്യമേ തന്നെ കാണിക്കുന്നു. ഫ്രോഗ് ഐറ്റംസ് നമുക്കിപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതലും വിറ്റ് പോകുന്ന ഒരു ഫ്രോഗാണ്. അതിൻ്റെ പോയിസൺ കളറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അയ്യോ, ഈ സാധനം തപ്പി നടക്കാൻ ഇനി സ്ഥലമില്ല. ഇടിവെട്ട് സാധനം. ഇത് ചീറ്റോയുടെ ലുക്കാന ചീറ്റോയുടെ പോയിസൺ വന്നുകൊണ്ടിരുന്ന സാധനമാണ്. ഈ ഒരു കളറ് ഇതൊക്കെ ഞാൻ ഇനി തപ്പിയെടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമുക്കതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ചീറ്റോ വന്നിട്ടുണ്ട്, അതിൻ്റെ സുക്കി മോഡൽ വന്നിട്ടുണ്ട്. എന്നാൽ കുറേ ഫ്രോഗുകൾ ഏകദേശം കുറേ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതെല്ലാം എല്ലാം ഫ്രോഗായിട്ട് കാണിക്കുന്നില്ല. ഇതൊക്കെ കുറഞ്ഞ ഫ്രോഗ് കേട്ടോ, റബ്ബർ ഫ്രോഗുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറ്റി വെക്കാം. കൗണ്ട് നമുക്ക് പിന്നെ ചെയ്യാം. കൗണ്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ്, ഇടയ്ക്ക് കടയിൽ ഒരു കസ്റ്റമർ വന്നായിരുന്നു. വീഡിയോ ഒന്ന് കട്ടാക്കി നമുക്ക് ഈ ഫ്രോഗുകളെല്ലാം എനിക്ക് മാറ്റുവാണ്. ആക്ച്വൽ കൗണ്ട് ഒരു 60 ഫ്രോഗിനടുത്താണ് കാണണം. ആദ്യമായിട്ടും ഫ്രോഗ് തീരുന്നില്ലല്ലോ. എനിവേ അത്രയും നമ്മുടെ ഇത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വന്നേക്കുന്ന ക്രോസ് വയറിൻ്റെ കുറച്ച് റോഡ് വന്നിട്ടുണ്ട്. ഡൈവയുടെ ക്രോസ് വയറിൻ്റെ റോഡ്. പിന്നെ ഇത് ജാവ സ്പിൻ എന്ന് പറയുന്ന ഒരു റോഡ്. അത് നമ്മുടെ നേരത്തെ വീഡിയോസിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണിക്കാനുള്ള ഒരു സാധനം ഇതാണ്. ഇത് കണ്ടോ, ഓവർകാസ്റ്റ്. സീസർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓവർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു റോഡാണ് വന്നേക്കുന്നത്. ഇത് സ്പിന്നിങ്ങിലാണ് വന്നേക്കുന്നത്. ഇത് 7 ഫീറ്റും 8 ഫീറ്റും അവൈലബിളാണ്. സ്പിന്നിങ്ങിനകത്ത് വന്നേക്കുന്ന ഓവർകാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്ലാങ്ക് ക്വാളിറ്റി ഉള്ള റോഡാണ്. ലൈറ്റ് റോഡാണ്. നമ്മളിപ്പം ലൈറ്റ് റോഡുകൾ തപ്പി നടക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ റോഡാണ്. നല്ല ആശയവും നല്ല സ്ട്രെങ്ത്തും എല്ലാം ഉള്ള സീസറിൻ്റെ റോഡാണ്. ഗേഡുകളുണ്ടോ,
ഗൈഡുകളൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഗൈഡ്, നല്ല നല്ല റോഡാട്ടോ, നല്ല അടിപൊളി. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് DM ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ റീൽസിൽ വരുമ്പോൾ. ഇത് ആദ്യമേ തന്നെ പറയാം, ഇത് ബൈക്ക് കാസ്റ്റ് അല്ല, സ്പിന്നിങ് റോഡാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. 7 ഫീറ്റും 8 ഫീറ്റിൻ്റെ സ്പിന്നിങ് റോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബൈക്ക് കാസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ സീസറിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡലുകളും നമുക്ക് ആദ്യമേ തന്നെ സ്റ്റോക്കിൽ വരുന്നതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ച് അതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളൂ, നമുക്കിതിൻ്റെ ക്വാളിറ്റിയോ എന്തോ ഇതിൻ്റെ ഇതിലുണ്ടോ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് വെച്ചാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒരു റിവ്യൂവിലും വീഡിയോ ഇത് നമ്മളിങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കുറച്ച് ലൈനുകൾ, പിന്നെ കുറച്ച് ഹുക്കുകൾ. ഹുക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയൊക്കെയുള്ള ഫ്രോഗിനൊക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹുക്കുകൾ, പിന്നെ കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് ബ്രൈഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റിന് തരാൻ പറ്റുന്ന ബ്രൈഡുകൾ. ഇതൊക്കെ നമുക്ക് വേറെ ഒരു ഷിപ്മെൻറ്റിൽ വന്ന സാധനമാണ്. പിന്നെയും പരിചയപ്പെടുത്താൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ബാക്കിലുണ്ട്, നമ്മളങ്ങനെ എല്ലാവരും അത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് ഒരു വലിയൊരു റിവ്യൂവിംഗ് ആണ്. സീസറിൻ്റെ A to Z. സീസറിൻ്റെ നിലവിൽ ഏതൊക്കെ ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ടോ എല്ലാ റേറ്റുകളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് നമുക്കിതൊക്കെ തറയെ വെക്കാം. അതാകുമ്പം കേബിളിൻ്റെ മണ്ടയിലോട്ട് വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. ഓഹോ, ആദ്യമേ തന്നെ കാണിച്ചു തരുന്ന ഡീമൺ, ലിസാർഡിൻ്റെ ഡീമൺ എന്ന് പറയുന്നൊരു മോഡലാണ്. ഏകദേശം 1600 രൂപയ്ക്കകത്ത് റേഞ്ച് വരുന്ന ഒരു റീലാണ് സീസറിൻ്റെ ഡീമൺ. പുതിയതായിട്ട് വന്നേക്കുന്ന സ്റ്റോക്കാണ്, നമ്മുടെ ആദ്യമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് വലിയ റേറ്റൊന്നുമില്ല, ഒരു 1500 1600 ആ റേറ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. കറക്റ്റ് റേറ്റ് അല്ല, അപ്രോക്സിമേറ്റ്ലിയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയാൻ കാര്യങ്ങൾ 7.2, 2.1 അതിൻ്റെ ഗിയർ റേഷ്യോ ഉണ്ട്, പിന്നെ 5+1 ഗിയർ റേഷ്യോ ഉണ്ട്, പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റിയോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, എന്നാലും ഒരു 3-4 കിലോ ഒക്കെ കപ്പാസിറ്റി ഉണ്ടാകും. എനിവേ ഡീമൻ്റെ റീലുകൾ നമുക്കൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ട്, ഏകദേശം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിൽ ഡീമൻ്റെ റീലുകൾ വന്നിട്ടുണ്ട്. എല്ലാം പെറുക്കി ഒതുക്കി വെക്കുക കേട്ടോ, കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡീമൻ്റെ റീലുകളാണ് വേണ്ടിയിരിക്കുന്നതെല്ലാം. ഡീമൻ അങ്ങനെ ലെഫ്റ്റും റൈറ്റും അവൈലബിൾ ആണ്. പിന്നെ സീസറിൻ്റെ കാസ്റ്റെക്സ്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മിക്കവാറുള്ള വീഡിയോസിനകത്തൊക്കെ ഞാനിത് കാണിക്കുന്ന സീസറിൻ്റെ പുതിയതായിട്ട് വന്നേക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പം കൂടുതലായിട്ട് ഇത് വരത്തുള്ളൂ. കാസ്റ്റെക്സ് ഇത് നമുക്ക് നിലവിൽ റൈറ്റും ലെഫ്റ്റും ഷോപ്പിൽ അവൈലബിൾ ആണ്. എൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ഇറക്കിയതാണ്. അപ്പോൾ കാസ്റ്റെക്സ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ സ്റ്റോക്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത്. നമ്മളൊരു പ്രോഡക്റ്റും പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുമല്ല, എൻ്റെ കയ്യിലെ സ്റ്റോക്ക് മാത്രം കാണിച്ചു തരിക. പിന്നെ മെഗാക്കൂട ഒരുപാട് എൻക്വയറി ഉള്ള റീൽ, എന്ന് പറഞ്ഞാൽ നല്ല 15 കിലോ ഡ്രാഗ് വരുന്ന മെറ്റൽ ബോഡിയിൽ വരുന്ന നല്ല സ്മൂത്ത് റീല്, ഡീപ്പ് സ്പൂളിനകത്ത് ഒരു 140-150 മീറ്റർ നൂലൊക്കെ കയറ്റാൻ പറ്റുന്ന നല്ല ജിഞ്ചിനാക്കിഡ് റീല് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് എൻക്വയറി ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, ഈ വീഡിയോ ഞാൻ ചിലപ്പം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറക്കി വെച്ചേക്കുന്ന സ്റ്റോക്കുകൾ ഏകദേശം അത് എനിക്കിപ്പം 3-5 പീസാണ് വന്നേക്കുന്നത്. ഒക്കെ പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസ് ഉള്ള സാധനങ്ങളാണ്. പിന്നെ കാസ്റ്റെക്സ് ഇസഡ് നമ്മുടെ കാസ്റ്റെക്സിൻ്റെ സെയിം സാധനം തന്നെ, കളറിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ്. പിന്നെ ഇത് ടെൻഷൻ മൊബൈൽ ഇതിനകത്തൊക്കെ വരുന്നൊരു ഓറഞ്ച് ഷെയ്ഡ്, അതാണ് കാസ്റ്റെക്സ് ഇസഡിൻ്റെ ഒരു ഡിഫറൻസ്. അതും ലെഫ്റ്റും റൈറ്റും വീണ്ടും ഇൻ സ്റ്റോക്കാണ്.
അത് കാസ്റ്റെക്സ് സെഡ് 1 2 3 4 അതിപ്പോൾ 4 എണ്ണം എടുത്തതിനകത്ത് ഇത്രയേ കണ്ടുള്ളൂ, 2 4 കണ്ടുള്ളൂ. പിന്നെ സാൽമിനോസ്, ഈ പറയുന്ന കമാൻഡോ പവർ, അതേപോലെ തന്നെ ഡീപ് കൂൾ വരുന്ന ഹെവി റീല്, നല്ല ജിഞ്ചിനാക്കടി റീല്, സ്മൂത്ത് റീല്, മെറ്റൽ ബോഡിയിൽ വരുന്ന റീല്, 13 കിലോ ഡ്രാഗ് ഉള്ള റീല്. അപ്പം സാൽമിനസ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും അവൈലബിൾ ആണ്. സാൽമിനസിൻ്റെ സ്റ്റോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് സാൽമിനസ് ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും പീസ് സാൽമിനസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് സീസറിൻ്റെ വോർട്ടെക്സ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്ന പുതിയ അപ്ഡേഷൻ. സീസറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ പുതിയ അപ്ഡേഷനാണിത്. അപ്പം വോർട്ടെക്സ് നമ്മുടെ ഓൾറെഡി സ്റ്റോക്കിലുണ്ട് സാധനം. ലെഫ്റ്റൊക്കെ ഓൾമോസ്റ്റ് തീർന്നായിരുന്നു, റൈറ്റ് ആയിരുന്നു സ്റ്റോക്കിലിരുന്നത്. അപ്പം ഇത് ലെഫ്റ്റും റൈറ്റും നമ്മളിപ്പം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്വാണ്ടിറ്റി സാധനമുണ്ട്. ഏകദേശം ഒരു 5 പീസ് വോർട്ടെക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ M500, സീസറിൻ്റെ M500 ബേസ് മോഡൽ സാധനം. സീസറിൻ്റെ നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ മോഡൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡിൽ സ്മൂത്തായിട്ടുള്ള ഒരു റീലാണ് വോർട്ടെക്സ്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കട്ട് ചെയ്തേ. അപ്പോൾ നമ്മുടെ സീസറിൻ്റെ M500ൻ്റെ സ്റ്റോക്കാണ് ഈ കാണുന്നത്. M500 ലെഫ്റ്റും റൈറ്റും അന്യായ ക്വാണ്ടിറ്റിയിൽ നമ്മൾ സാധനം ഇറക്കിയിട്ടുണ്ട്. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കുറഞ്ഞ സെറ്റ് M500 നമ്മൾ ഇറക്കി. ഇനി നമുക്ക് സീസറിൻ്റെ അതിനെക്കാട്ടി ജിഞ്ചിനാക്കട സാധനമാണ് മെർക്കുറി. സീസറിൻ്റെ മെർക്കുറി എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളതും ഒരു ബോക്സ് ടൈപ്പ് ഷേപ്പ് ഉള്ളതും മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടും ബോഡി ക്വാളിറ്റി കൊണ്ടും നല്ല സാധനമാണ്. കാരണം നല്ല ഒരു 80 മീറ്റർ നൂല് കയറുന്ന നല്ല പെർഫോമൻസ് തരുന്ന നല്ലൊരു മെഷീൻ. അപ്പം ഞാൻ ഇത്ര ഇതിനെ പൂർത്തി പറഞ്ഞ് കയറുന്നില്ല. ആ റേറ്റ് അതിന് കുറവുമാണ്, എന്നാൽ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഇടിവിട്ടുമാണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് മെർക്കുറി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. മെർക്കുറി ഇത് നിറച്ചും സാധനങ്ങളാണ്. അപ്പം ഇത് മെർക്കുറിയുടെ സ്റ്റോക്ക്. മെർക്കുറി ആണെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പെറുക്കി വെക്കാൻ പറ്റുന്നതിൽ മേളിൽ സാധനങ്ങൾ മെർക്കുറിയിലുണ്ട്. ഇതെല്ലാം മെർക്കുറിയാണ്. മെർക്കുറി പിന്നെ ലാസ്റ്റ് അറ്റ്നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലൊരു സംഭവം നമ്മുടെ കമാൻഡോ പവർ. സീസറിൻ്റെ കമാൻഡോ പവർ ഒതുങ്ങിയ റീല്, നല്ല സ്മൂത്ത് റീല്, ലെഫ്റ്റും റൈറ്റും വീണ്ടും ഇൻ സ്റ്റോക്ക്. അല്ലേ നല്ല ജിഞ്ചിനാക്കട സാധനം, സ്മൂത്ത് റീല്, നല്ല അടിപൊളി റീല്. ഇതിന് പിന്നെ വിലയുണ്ട്, ആ വിലയ്ക്ക് അനുസരിച്ചുള്ള പെർഫോമൻസ് കൊണ്ട് അടിപൊളി സാധനമാണ്. അപ്പം അത് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെറുക്കിപ്പോൾ എവിടെ വെക്കാനാണ്? എൻ്റെ സാധനങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കുക. ഇതെല്ലാം സീസറിൻ്റെ കമാൻഡോ പവറാണ്. അല്ലേ സീസറിൻ്റെ കമാൻഡോ പവർ. പിന്നെ നമ്മുടെ അബു ഗാർസിയയുടെ പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി, ബ്ലാക്ക് മാക്സ് അല്ല പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി. അബു ഗാർസിയ പ്രോമാക്സിൻ്റെ ഫസ്റ്റ് കോപ്പി സാധനം, നല്ല കല്ല് സാധനം, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം അത് വന്നിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ലോണിന് ഇറക്കിയിട്ടുണ്ട്. ഈ സാധനം ഞാനിപ്പോൾ കുറേ ഇറക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു ബഡ്ജറ്റിൽ ഈ സാധനം ഒറിജിനൽ എടുക്കുന്നതിനെക്കാട്ടിലും പെർഫോമൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. നമ്മൾ പിന്നെ ഈ ഇളക്കിപ്പണിഞ്ഞ് സർവീസ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതറിയാം. അപ്പം അത് ചെറിയൊരു പീസേ ഉള്ളൂ, 5-6 പീസേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല. പിന്നെ സ്പിന്നിങ് ആണെന്ന് തോന്നുന്നു. സ്പിന്നിങ്ങിൻ്റെ ഒരു മോഡൽ, യോലോയുടെ ചെറിയൊരു മോഡൽ വന്നിട്ടുണ്ട്. അത് തന്നെ, അത് പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. സ്പിന്നിങ്ങിൻ്റെ ഒരു ത്രെഡ് ഹാൻഡിൽ വരുന്ന വലിയ കുഴപ്പമില്ലാത്ത ഒരു മെഷീൻ വന്നിട്ടുണ്ട്. ചെറിയ റേറ്റേ കാണത്തുള്ളൂ, ഒരു 1200 1500 കറക്റ്റ് അല്ല, എനിക്കറിയത്തില്ല, നോക്കണം. ത്രെഡ് ഹാൻഡില്ല, അപ്പോൾ അത് നോക്കിയാലേ അത് അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു മെഷീനോട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സീസറിൻ്റെ ലോഡ് ഇതാണ്.
ഏകദേശം ഇത്രയും സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൂടി ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ. കാര്യം എന്ന് പറയാൻ നമ്മൾ ഒരു സാധനങ്ങളും വില കുറച്ചിട്ട് ബിസിനസ് പിടിക്കത്തില്ല. നമ്മൾ ഇതിൻ്റെ എല്ലാം കറക്റ്റ് MRPയിലേ നമ്മൾ കൊടുക്കത്തുള്ളൂ. നമുക്ക് മറ്റ് ഒരു കടക്കാരെയും കുറ്റം പറയാമല്ല. വില കുറച്ച് ഒരു സാധനത്തിൻ്റെ മാർജിൻ ഇടിച്ച് നശിപ്പിച്ചിട്ട് നമ്മൾ ബിസിനസ് ചെയ്യത്തില്ല. എൻ്റെ കടയിൽ നിന്ന് ഇപ്പോൾ ഈ സാധനം വാങ്ങിച്ചാൽ, ഇപ്പോൾ സപ്പോസ് ഇതിന് 4000 രൂപയുടെ റീലാണ്, 4000 രൂപ നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് 1050 രൂപ മൈനസ് ആകുന്ന ഒരു പരിപാടി ഞാൻ തരും. കാരണം നമ്മളതിനകത്ത് 6 മാസം വാറണ്ടി തരുന്നുണ്ട്. 6 മാസത്തിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് സർവീസ് ചെയ്തു. ഒരു സർവീസിന് 350 രൂപ ഞാൻ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 സർവീസ് 1050 രൂപ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. എന്ന് വെച്ചാൽ സപ്പോസ് 4000 രൂപയുടെ റീലാണെങ്കിൽ 1050 രൂപ നിങ്ങൾക്ക് ഇതിന് മൈനസ് കിട്ടും. അത് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന് സർവീസ് ചെയ്ത് വാങ്ങണം. അങ്ങനെ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പം ഇത് വേറെ ആരുടെയും കുറ്റമല്ല. ബിസിനസ് കിട്ടാൻ വേണ്ടി പലരും റേറ്റ് കുറച്ച് കൊടുക്കുന്നു. ഞാനത് ചെയ്യത്തില്ല. ഞാൻ റേറ്റ് കുറച്ചിട്ടുള്ള ഒരു പരിപാടികളും നമ്മൾ ചെയ്തില്ല. ഈ റേറ്റ് ഇതിൻ്റെയൊക്കെ തരാനുള്ള MRP റേറ്റ് ഏതാണോ ആ റേറ്റിനനുസരിച്ച് നമ്മൾ ചെയ്യും. പിന്നെ എല്ലാം കൂടെ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു 2535 എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയുന്നതല്ലാണ്ട് റേറ്റ് കുറഞ്ഞോ അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കുന്ന പരിപാടിയെ നമുക്കില്ല. അത് ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നു. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുക്കുമ്പോൾ 100% ട്രസ്റ്റിലായിരിക്കണം എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഒരു ട്രസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഒടിഞ്ഞു വരുന്ന റോഡുകളാണെങ്കിൽ പോലും ഫ്രീ ആണ് നമ്മൾ റിപ്പയർ ചെയ്ത് തരുന്നത്. ഇതാണോ, ഇതൊക്കെ നമ്മുടെ കടയിൽ നിന്ന് എടുത്ത റോഡുകളൊക്കെയാണ്. അപ്പോൾ എടുത്ത റോഡുകൾ കംപ്ലൈൻറ്റ് പറ്റി വാറണ്ടിക്ക് വന്നേക്കുന്ന റോഡുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം കംപ്ലൈൻറ്റ് പറ്റി വരുന്ന സാധനങ്ങൾ നമ്മൾ റിപ്പയർ ചെയ്ത് ഫ്രീ ആയിട്ടാണ്. ഇതിനകത്ത് പല റോഡുകളും നമ്മുടെ കടയിൽ നിന്ന് എടുത്തേക്കുന്ന പല റോഡുകളും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതേ വലിയ ബൾജിങ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ റിപ്പയർ ചെയ്യും. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സെറ്റായിട്ട് ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്ന് വാറണ്ടിക്ക് എടുക്കുന്ന സാധനം, വാറണ്ടിക്ക് എടുക്കുന്ന റോഡുകളുടെ കാര്യം പറയുന്നത് എന്തായാലും 6 മാസത്തിൻ്റെ ഇടയിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആണ് റിപ്പയർ ചെയ്ത് തരുന്നത്. വാറണ്ടി ഇല്ലാത്ത റോഡുകൾ മാത്രമേ നമ്മൾ പൈസ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇതെല്ലാം വാറണ്ടിക്കകത്ത് വന്ന കംപ്ലൈൻറ്റ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റിപ്പയറിങ് പോസിബിൾ അല്ലാത്ത ഒരു കംപ്ലൈൻറ്റാണ്. എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്ന പോർഷൻ വെച്ച് കംപ്ലൈൻറ്റാണ്. ആ റിപ്പയറിങ് പോസിബിൾ അല്ല. അതുവരെ ഞാനിത് റിപ്പയറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്രത്തോളം ഒരു കസ്റ്റമർ നമ്മുടെ കടയിൽ ഒരു സാധനം പർച്ചേസ് ചെയ്ത് അവർക്ക് മാക്സിമം അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മളത് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ അത് മാത്രം, ആ ഒരു ഫെസിലിറ്റി മാത്രമേ നമ്മൾ തരുന്നുള്ളൂ. അല്ലാണ്ട് എടുക്കുമ്പം 10-50 രൂപ കുറച്ച് തരുന്ന പരിപാടികളൊന്നുമില്ല. എല്ലാം കറക്റ്റ് റേറ്റിനായിരിക്കും നമ്മുടെ പർച്ചേസ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി വെറൈറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആഗ്രഹിച്ച് വരുന്നവർ നമ്മുടെ അടുത്ത് വരും. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ പ്രാദേശികമായിട്ടുള്ള കടക്കാരുണ്ടാവും. നല്ല ഷോപ്പുകാരുണ്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്ത് നിൽക്കുന്ന ഷോപ്പുകാരുണ്ട്. അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനകത്ത് എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ഫെസിലിറ്റീസ്, ഞാൻ തരുന്ന ഓഫറുകൾ ഇതൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വരിക. ഞാൻ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല, വീഡിയോ നിർത്തുകയാണ്. ഓക്കെ, നമസ്കാരം.